Hello students, ഇന്ന് നമ്മൾ all pair shortest path അല്ലെങ്കിൽ ഫ്ലോയ്ഡ് വാർഷൽ അൽഗോരിതത്തിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. Okay. Suppose we have a graph G equal to VE. V means set of vertices and E means set of edges. And in this given graph, we have to find out the shortest path between each and every vertex, every pair of vertices. Okay. Suppose we have a graph A, B, C, D with 4 vertices. Then we have to find all the shortest path between these pair of vertices. Suppose നമ്മള് ഒരു A എന്ന് പറഞ്ഞിട്ടുള്ള ഒരു vertex ആണ് എടുക്കുന്നതെങ്കിൽ A to B എത്ര കോസ്റ്റ് വരും, അതിന്റെ കോസ്റ്റ് എത്രയാണ്, A to B, A to C and A to D. അതുപോലെ തന്നെ ഡൈനാമിക് പ്രോഗ്രാമിംഗ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ സോഴ്സും, എല്ലാ നോഡ്സും, എല്ലാ വേർട്ടെക്സും സോഴ്സ് വേർട്ടെക്സ് ആയിട്ട് നമുക്ക് എല്ലാ പോസിബിലിറ്റിയും ചെക്ക് ചെയ്യണം. അപ്പൊ സപ്പോസ് നമ്മൾ ബി ആണ് എടുക്കുന്നതുണ്ടെങ്കിൽ, ബി ആണ് സോഴ്സ് വേർട്ടെക്സ് എന്നുണ്ടെങ്കിൽ ബി ടു എ എത്ര വേണ്ടി വരും, ബി ടു സി എത്ര വേണ്ടി വരും, ബി ടു ഡി. അതുപോലെ തന്നെ സി ആണ് നമ്മുടെ സോഴ്സ് വേർട്ടെക്സ് ഉണ്ടെങ്കിൽ സി ടു എ, സി ടു ബി ആൻഡ് സി ടു ഡി. ഇനി ഡി ആണ് നമ്മുടെ സോഴ്സ് വെർട്ടെക്സ് എങ്കിൽ ഡി ടു എ, ഡി ടു ബി, ഡി ടു സി എത്ര ഡിസ്റ്റൻസ് ഉണ്ടെന്ന്, മിനിമം ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എത്രയാണെന്ന് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പൊ ഇതിനകത്ത് ഈ ഒരു ഗ്രാഫിനകത്ത് നമ്മൾ സെൽഫ് ലൂപ്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഓക്കെ. അപ്പം ഇങ്ങനെ നമ്മൾ ഈ ഒരു വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഷോർട്ടസ്റ്റ് പാത്ത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഫോർമുല ഉണ്ട്. A power k of ij equal to minimum of a power k minus 1 of ij. അതുപോലെ a power k minus 1 ik plus a power k minus 1 kj means നമുക്ക് a to b ഒരു പാത്ത് ഉണ്ട്. അതിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് വെയിറ്റ്, ഇതൊരു വെയിറ്റഡ് ഗ്രാഫ് ആയതുകൊണ്ട് തന്നെ അതിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 4. സപ്പോസ് 4 ആണെന്ന് വിചാരിക്കാം. ദെൻ വെയിറ്റഡ് ഡയറക്റ്റഡ് ഗ്രാഫ് ആണ്. അപ്പം എ ടു ബി ഇങ്ങനെ ഒരു പാത്ത് ഉണ്ട്, ഇതുവഴി ഒരു പാത്ത് ഉണ്ട്. അപ്പൊ നമുക്ക് എ ടു ബി ഡയറക്റ്റഡ് പാത്തില് നമുക്ക് 4 ആണ് വെയിറ്റേജ്. അതുപോലെ തന്നെ ഈ പാത്തിലൂടെ പോവുകയാണെങ്കിൽ എ ടു സി, സി ടു ബി, അതായത് ഒരു ഇന്റർമീഡിയറ്റ് നോഡ് വഴി പോവുകയാണെങ്കിൽ, ഇന്റർമീഡിയറ്റ് വേർട്ടെക്സ് വഴി പോവുകയാണെങ്കിൽ നമ്മൾക്ക് കോസ്റ്റ് എത്ര കിട്ടുന്നത് 2 ആണ്. അത് ഡയറക്റ്റ് ഉള്ള പാത്തിനേക്കാളും ലെസർ ആയിട്ടുള്ള ഒരു വാല്യൂ ആണ്. അപ്പൊ നമ്മൾ ഷോർട്ടസ്റ്റ് പാത്ത് ഏതാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുക, എ ടു സി ടു ബി. ഇങ്ങനെ ഒരു ഇന്റർമീഡിയറ്റ് പാത്ത് നമ്മൾ സെലക്ട് ചെയ്യും അല്ലെ. ഏറ്റവും ഷോർട്ടസ്റ്റ് കോസ്റ്റിൽ എത്താൻ പറ്റുന്ന ഒരു പാത്ത് മാത്രമേ നമ്മൾ ചൂസ് ചെയ്യുള്ളൂ. ഇതുവഴി നോക്കുകയാണെന്നെങ്കിൽ എ ടു സി, സി ടു ഡി, ഡി ടു ബി ഇങ്ങനെ ഒരു പാത്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 2 ഇന്റർമീഡിയറ്റ് വേർട്ടെക്സ് ഉണ്ട്. ഇതിന്റെ കോസ്റ്റ് എത്രയാവും, 6. നമ്മൾ എന്തായാലും ഈ ഒരു പാത്ത് മാത്രമേ ചൂസ് ചെയ്യുള്ളൂ. അപ്പൊ അത് തന്നെയാണ് നമ്മളെ ഫോർമുല പറയുന്നത്. ഇപ്പം ഐ എന്ന് പറഞ്ഞിട്ടൊരു വെർട്ടെക്സ് ഉണ്ട്, ജെ എന്ന് പറഞ്ഞിട്ടൊരു വെർട്ടെക്സും ഉണ്ട്. നമുക്ക് ഐ ടു ജെ നമുക്കൊരു പാത്ത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ കോസ്റ്റ് എത്രയാണെന്ന് നമ്മൾ ഇവിടെ സ്പെസിഫൈ ചെയ്യാം. ഈ കെ എന്ന് പറയുന്നത് ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള വേർട്ടീസസിനെയാണ് കെ എന്ന് പറയുന്നത്. ഇന്റർമീഡിയറ്റ് വേർട്ടെക്സ്. ഈ എ പവർ കെ മൈനസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീവിയസ് വേർട്ടെക്സ്.
നമുക്ക് ഐ ടു ജെ ഓൾറെഡി നമുക്ക് ഒരു പാത്ത് ഉണ്ട്. ആ പാത്തില് എത്ര കോസ്റ്റ് ആവും നമുക്ക് അതിന്റെ വെയിറ്റ് എത്രയാണെന്ന് നമ്മൾ നോക്കാം, അത് ഫൈൻഡ് ചെയ്യാം. അതുപോലെ ഇതിന്റെ ഇന്റർമീഡിയറ്റ് ആയിട്ട് ഒരു കെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇന്റർമീഡിയറ്റ് നോഡ് ഉണ്ടെങ്കിൽ അതുവഴി പോയി കഴിഞ്ഞാൽ എത്ര കോസ്റ്റ് ഉണ്ട് നോക്കുക. അതിന്ന് ഏറ്റവും മിനിമം ആയിട്ടുള്ള ഈ 2 പാത്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്ന് മിനിമം കോസ്റ്റ് ഏതാണോ അത് നമ്മൾ സെലക്ട് ചെയ്യാം. അതാണ് ചെയ്യുന്നത്. അപ്പം ഇത് എല്ലാ നോഡ്സിനും നമുക്ക് എത്രമാത്രം നോഡ്സ് നമ്മുടെ ഗ്രാഫിനകത്തുണ്ടോ, എത്രമാത്രം വേർട്ടെക്സ് നമ്മളെ ഗ്രാഫിനകത്തുണ്ടോ അത്രയും തന്നെ നമുക്ക് ചെക്ക് ചെയ്യണം. എല്ലാ നോഡ്സും ആയിട്ട് എല്ലാ പെയറായിട്ട് നമ്മൾ ചെക്ക് ചെയ്തതിന് ശേഷം നമുക്കൊരു സ്ക്വയർ മെട്രിക്സ് കിട്ടും. ആ സ്ക്വയർ മെട്രിക്സിനകത്ത് ഓരോ പെയർസും തമ്മിലുള്ള ഷോർട്ടസ്റ്റ് പാത്ത് ആയിരിക്കും അറ്റ് ലാസ്റ്റ് നമുക്ക് കിട്ടുക. ഓക്കെ, ഇതിന് വേണ്ടിയിട്ട് നമ്മൾ മെട്രിക്സ് ഫോർമാറ്റ് തന്നെ യൂസ് ചെയ്യാം. നമുക്ക് ഒരു എക്സാമ്പിൾ എടുത്ത് ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ ഗ്രാഫ്. ഈ ഗ്രാഫ് ഡയറക്റ്റഡ് വെയ്റ്റഡ് ഗ്രാഫ് ആണ്. അപ്പം ഇതിന് ഓരോന്നിനും വെയിറ്റേജ് ഉണ്ട്. അപ്പൊ ഈ വെയിറ്റേജിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്കൊരു മെട്രിക്സ് ജനറേറ്റ് ചെയ്യാം. നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോവാണ് ഓൾ പെയർ ഷോർട്ടസ്റ്റ് പാത്ത്. അപ്പൊ നമുക്ക് എത്ര നോഡ്സ് ഉണ്ട് അത്രയും നോഡ്സ് നമുക്ക് ഇതിനകത്ത് സ്പെസിഫൈ ചെയ്യാം. എ ബി സി ആൻഡ് ഡി. എ ബി സി ആൻഡ് ഡി. ദെൻ നമുക്ക് നേരത്തെ പറഞ്ഞു നമുക്ക് സെൽഫ് ലൂപ്പ് ഇതിനകത്ത് ഇല്ലാന്ന്. അതായത് എ ടു എ, ബി ടു ബി, സി ടു സി ആൻഡ് ഡി ടു ഡി അങ്ങനെയുള്ള ഒരു കണക്ഷനില്ല, സെൽഫ് ലൂപ്പ് ഇല്ല. അതുകൊണ്ട് തന്നെ ഈ ഡയഗണൽ എലമെന്റ്സിൽ എ ടു എ, എ ടു ബി, സി ടു സി, സോറി എ ടു എ, ബി ടു ബി, സി ടു സി, ഡി ടു ഡി, ഈ ഡയഗണൽ എലമെന്റ്സ് ഒക്കെ 0 ആയിട്ട് നമ്മൾ ഇനിഷ്യലൈസ് ചെയ്തു. 0, 0, 0 ആൻഡ് 0. ദെൻ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഡയറക്റ്റ് എഡ്ജുള്ള ഡയറക്റ്റ് പാത്തുള്ള വാല്യൂസ് ഏതാ വെയിറ്റ് ഒക്കെ ഇതിനകത്തേക്ക് റീറൈറ്റ് ചെയ്യാം. അപ്പം എ ടു സി മാത്രമേ ഉള്ളൂ. എ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേർട്ടെക്സ് എടുത്തു കഴിഞ്ഞാൽ ആ വേർട്ടെക്സ് ഔട്ട് ഗോയിങ് ആയിട്ടുള്ള പാത്ത് എന്ന് പറയുന്നത് എ ടു സി മാത്രമേ ഉള്ളൂ. അപ്പം എ ടു സി എത്രയാണോ അത് നമ്മൾ ഇവിടെ എഴുതാൻ പോവാണ്. ഇവിടെ 3. ഓക്കെ, ഇനി ബിന്ന് എത്ര ഔട്ട് ഗോയിങ് ലിങ്ക്സ് വരുന്നുണ്ട് നോക്കാം. ബിന്ന് ബി ടു എ മാത്രമേ ഉള്ളൂ. അതായത് ബി ടു എ 2. ആൻഡ് സി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സിന്ന് 2 പാത്ത് വരുന്നുണ്ട്. സി ടു ബി ആൻഡ് സി ടു ഡി. സി ടു ബി 7 ആൻഡ് സി ടു ഡി 1. ആൻഡ് ഡി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിന്നും ഒരു പാത്തേ പോകുന്നുള്ളൂ. ഔട്ട് ഗോയിങ് ലിങ്ക് ഒന്നേ ഉള്ളൂ. ഡി ടു എ 6. ഇത്രയും നമ്മൾ എടുത്തെഴുതി. ഇനി ബാക്കിയുള്ള നോട്ട്സ് ആയിട്ട് കണക്ഷൻ ഒന്നുമില്ല, ഡയറക്റ്റ് കണക്ഷൻ ഒന്നുമില്ല. പക്ഷെ ഇത് ഏതൊക്കെ പാത്ത് വഴിയാണ് നമുക്ക് വേറൊരു വാല്യൂസും അതിനെ പറ്റി അറിയില്ല, അതിലേക്ക് റീച്ച് ചെയ്യാനുള്ള വെയിറ്റേജ് ഒന്നും നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനൊക്കെ ഇൻഫിനിറ്റി ആയിട്ട് എടുത്തു. ജസ്റ്റ് പുട്ട് ഇൻഫിനിറ്റി. അൺനോൺ വാല്യൂസിനൊക്കെ ഇൻഫിനിറ്റി കൊടുക്കാം. ഓക്കെ, ഇനി ഇതാണ് നമ്മൾ D0 എന്ന് പറയുന്നത് ഡിസ്റ്റൻസ്, ഇനീഷ്യൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇതാണ്. ഇനി ഈ ഇനീഷ്യൽ ഡിസ്റ്റൻസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ഇൻഫിനിറ്റി കൊടുത്തിട്ടുള്ള ഈ ഇവിടെയൊക്കെ നമുക്ക് പുതിയ വാല്യൂസിനെ റീപ്ലേസ് ചെയ്യണം. അതുപോലെ ഈ 6, 7 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാല്യൂസിനെക്കാളും കുറവായിട്ടുള്ള ഇന്റർമീഡിയറ്റ് ലിങ്ക് വഴി പോയി കഴിഞ്ഞാൽ കുറവ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വാല്യൂവിനെ റീപ്ലേസ് ചെയ്യണം. അപ്പൊ അതെങ്ങനെയാണെന്ന് നോക്കുക. അപ്പൊ ഈ ഒരു ഫോർമുല വെച്ചിട്ടാണ് നമ്മൾ സാധാരണ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. അതായത് നെക്സ്റ്റ് ഒരു ഡിസ്റ്റൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ a പവർ k ഓഫ് ij, അതായത് ഇനി നെക്സ്റ്റ് k എന്ന് പറയുന്നത് നെക്സ്റ്റ് ഇന്റർമീഡിയറ്റ് വെർട്ടെക്സ് എന്ന് പറയുന്നത് അടുത്ത ഡിസ്റ്റൻസ് ആണ്. d പവർ 1 ആണ് നോക്കുന്നത്. ij എന്ന് പറഞ്ഞാല് നമ്മളിവിടെ a ടു b നമുക്ക് കാണണം. ഡിസ്റ്റൻസ് ഓഫ് a ടു c
സി കാണണം, എ ടു എയും വേണേ. അതുപോലെ ഡിസ്റ്റൻസ് ഓഫ് D1 ഓഫ് എ ടു ഡിയും കാണണം. അതുപോലെ തന്നെ D1 ഓഫ് ബി ടു ബി, ബി ടു എ, D1 ഓഫ് ബി ടു ബി, D1 ഓഫ് ബി ടു സി, D1 ഓഫ് ബി ടു ഡി. ഇനി D1 ഓഫ് സി ടു എ, D1 ഓഫ് സി ടു ബി, D1 ഓഫ് സി ടു സി, D1 ഓഫ് സി ടു ഡി. അതുപോലെ D1 ഓഫ് ഡി ടു എ, D1 ഓഫ് ഡി ടു ബി, D1 ഓഫ് ഡി ടു സി, D1 ഓഫ് ഡി ടു ഡി. ഇത്രയും കാണണം നമുക്ക് ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ. ഇനി അടുത്ത സ്റ്റേജിൽ, ഓരോ സ്റ്റേജിലും ഇത്രയും പ്രോസസ്സ് നമുക്ക് ഈ ഒരു ഫോർമുല യൂസ് ചെയ്തിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ അല്ലേ? അതും ഈ ഇനീഷ്യൽ ഡിസ്റ്റൻസ്, ഇനീഷ്യൽ മെട്രിക്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ വാല്യൂ ഒക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഇപ്പം ഈ ഒരു ഫോർമുല വെച്ചിട്ട് നമ്മൾ കാണുകയാണ്. അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ട് നമുക്ക് പെട്ടെന്ന് ഈ ഒരു മെട്രിക്സിനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി കഴിയും. അത് നെക്സ്റ്റ് പറയാം. ഫസ്റ്റ് ഈ ഫോർമുല യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാം. അപ്പൊ എ ടു എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് ലൂപ്പ് ഒന്നും ഇല്ലാത്തത് കാരണം എ ടു എ 0 ആയിട്ട് എടുത്തു, ബി ടു ബി 0, സി ടു സി 0 ആൻഡ് ഡി ടു ഡി 0. ഇനി നമുക്ക് ഇപ്പൊ ഈ ഒരു ഫോർമുല യൂസ് ചെയ്തിട്ട് ഡിസ്റ്റൻസ് ഓഫ് എ ടു ബി കാണാൻ വേണ്ടി പോവാണ്. ഈ ഫോർമുല എന്താ പറയുന്നത്? മിനിമം ഓഫ് ഡി റേസ് ടു 0 എ പവർ കെ മൈനസ് 1 ആണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പം കെ എന്താക്കേണ്ട വാല്യൂ 1 ആണ്. അതായത് കെ മൈനസ് 1 എന്ന് പറഞ്ഞാൽ 0. ഡി ഓഫ് 0, അതായത് ഇനീഷ്യൽ മെട്രിക്സിലുള്ള വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഓഫ് ഇവിടെ ഐയും ജെ എന്താ? എയും ബിയും ആണ്. അതുപോലെ ഇനി ഏതെങ്കിലും ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള വെർട്ടെക്സിലൂടെ നമുക്ക് വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി കഴിയുമെന്നാണ് നോക്കുന്നത്. ഈ ബിന്റെ വാല്യൂ, അതായത് എ ടു ബി ഇവിടെ ഇൻഫിനിറ്റി ആണ്, അത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. പിന്നെ നമുക്ക് നോക്കേണ്ടത് ഡിസ്റ്റൻസ് ഓഫ് ഇനീഷ്യൽ വെർട്ടെക്സിന്റെ ബേസില് D0 ഓഫ് ഐ ടു കെ ആണ് പറയുന്നത്. കെ ഇവിടെ സി ആണ്. സി വഴി നമുക്ക് ബിയിലേക്ക് എത്തുന്നുണ്ടോ നോക്കുകയാണ്. എ ടു സി പ്ലസ് D0 ഓഫ് സി ടു ബി. ഇപ്പോ ഈ വാല്യൂ എത്രയാ? എ ടു ബി. ഈ ഒരു മെട്രിക്സ് വെച്ചിട്ട് നമുക്ക് ഇനീഷ്യൽ മെട്രിക്സ് വെച്ചിട്ട് എ ടു ബി എത്രയാ? ഇൻഫിനിറ്റി ആണ്. അതാണ് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത്. ഇനി എ ടു സി എത്രയാ? എ ടു സി 3. അതുപോലെ സി ടു ബി ഇവിടെ 7 പ്ലസ് 7 ഇവിടെ എത്ര കിട്ടും? 10 ആണ് കിട്ടുന്നത്. അപ്പൊ ഇൻഫിനിറ്റിനെ ബേസ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 10 പറഞ്ഞിട്ടുള്ള ഒരു സ്മോൾ വാല്യൂ ആണ്. അപ്പൊ നമ്മൾ 10 ഇവിടെ ചൂസ് ചെയ്യും. അതായത് ഡിസ്റ്റൻസ് എ ടു ബി 10 ആണെന്ന് നമുക്ക് കിട്ടി. ഇനി അതുപോലെ ഓരോന്നും നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഫസ്റ്റ് ഒരു സെക്കൻഡ് മെട്രിക്സ് നമുക്ക് ജനറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഓരോ വാല്യൂ നമുക്ക് ഇതേപോലെ ഫോർമുല യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ ഇനി നെക്സ്റ്റ് അടുത്ത ഡിസ്റ്റൻസ് കാണാൻ വേണ്ടിയിട്ട് വീണ്ടും D2 ഓഫ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഓരോന്നിന്റെയും നമുക്ക് കാണേണ്ടി വരും. അപ്പൊ അതിന് പകരം നമുക്ക് സിമ്പിൾ ആയിട്ട് ഏറ്റവും ഷോർട്ടസ്റ്റ് മെത്തേഡിൽ നമുക്ക് എങ്ങനെ ഇതിന്റെ എല്ലാം ഡിസ്റ്റൻസ് കാണാന്നാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു ഫസ്റ്റ് കോളോ ഇനീഷ്യൽ മെട്രിക്സിന്റെ
ഫസ്റ്റ് കോളവും ഫസ്റ്റ് റോയും കൺസിഡർ ചെയ്യാം. ഈ ഫസ്റ്റ് കോളത്തിന്റെയും ഫസ്റ്റ് റോന്റെയും ബേസിൽ ഇവിടെയുള്ള ഈ വാല്യൂസിന് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇതിൽ ഡയഗണൽ വാല്യൂസിന് ഒരു ചേഞ്ചും വരില്ല. ബാക്കിയുള്ള വാല്യൂസിനാണ് നമ്മൾ ചേഞ്ച് ചെയ്യാൻ നോക്കുന്നത്. ഇതിനേക്കാളും മിനിമം ആയിട്ടുള്ള വാല്യൂ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ വെച്ചിട്ട് അപ്ഡേറ്റ് ചെയ്യാം ഈ മെട്രിക്സിനെ. അപ്പൊ നമുക്കൊന്ന് നോക്കാം. ഇപ്പൊ നെക്സ്റ്റ് ഡിസ്റ്റൻസ് ആണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഇപ്പൊ D1 ഓഫ് ഫസ്റ്റ് കോളവും ഫസ്റ്റ് റോയും സെയിം ഇവിടെ തന്നെ എഴുതുക. 0, ഇൻഫിനിറ്റി, 3, ഇൻഫിനിറ്റി. ഇനി അതുപോലെ ഫസ്റ്റ് കോളം 0, 2, ഇൻഫിനിറ്റി, 6. അതുപോലെ തന്നെ ഡയഗണൽ എലമെന്റ്സിനെ നമുക്ക് അതേപോലെ റൈറ്റ് ചെയ്യാം. 0 എന്ന് പറഞ്ഞിട്ട് റൈറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട വാല്യൂസ് എന്തൊക്കെയാന്ന് വെച്ചാൽ B to C, അതുപോലെ B to D, C to B, C to C ഓൾറെഡി ഇവിടെ ഉണ്ട് 0, പിന്നെ C to D, D to B and D to C. ഇത്രയും വാല്യൂസ് നമുക്ക് ഈ ഒരു വാല്യൂവിന്റെ ബേസിൽ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ അല്ലേ? ഇനി നമ്മൾ ഈ വാല്യൂവിനെയാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അപ്പം ഇവിടെ ജസ്റ്റ് നോക്കാം. മിനിമം ഓഫ് C to B എന്ന് പറയുന്നത് B to C എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണെന്ന് ഈ മെട്രിക്സിൽ ഇനീഷ്യൽ മെട്രിക്സിൽ പറയുന്നത് ഇൻഫിനിറ്റി ആണെന്ന് പറയുന്നുണ്ട്. അപ്പം ഫസ്റ്റ് C to B ആണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. C to B എന്ന് പറയുന്നത് മിനിമം ഓഫ് ഇവിടെ C to B ഓൾറെഡി കിട്ടിയിട്ടുള്ളത് ഇൻഫിനിറ്റി ആണ്. അത് ഇൻഫിനിറ്റി കോമ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് തമ്മിൽ ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് 2 പ്ലസ് ഇവിടെ കറസ്പോണ്ടിങ് 3. ഇതിന് കറസ്പോണ്ടിങ് കോളത്തിലുള്ള റോയിലുള്ള വാല്യൂവിനെയും ആഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇവിടെ 5 എന്ന് കിട്ടും. 2 പ്ലസ് 3 നമുക്ക് 5 എന്ന് കിട്ടും. അപ്പൊ ഇതിലെ മിനിമം വാല്യൂ എന്താണ്? 5 ആണ്. അതിന് ഇവിടെ റീപ്ലേസ് ചെയ്യാം. 5 എന്ന് റീപ്ലേസ് ചെയ്തു. ഇൻഫിനിറ്റി മാറിയിട്ട് അവിടെ 5 ആയി. അതുപോലെ B to D നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. മിനിമം ഓഫ് B to D എത്രയാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്? ഇൻഫിനിറ്റി ആണ്. നമ്മളെ ഇനീഷ്യൽ മെട്രിക്സിനകത്ത് ഇൻഫിനിറ്റി ആണുള്ളത്. നമുക്ക് അതിനെ ചേഞ്ച് ചെയ്യാൻ നോക്കാം. ഇൻഫിനിറ്റി കോമ B to D ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂവിനെ നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. B to D ഇൻഫിനിറ്റി പ്ലസ് 2. ഇൻഫിനിറ്റി പ്ലസ് 2 എന്ത് കിട്ടും? ഇൻഫിനിറ്റി ഒരു ഹ്യൂജ് വാല്യൂ ആണ്. അത് പ്ലസ് 2 പറഞ്ഞാൽ അതിലും വലിയൊരു വാല്യൂ ആണ്. അതുകൊണ്ട് ഇൻഫിനിറ്റി. ദെൻ ഇവിടെ നമുക്ക് റീപ്ലേസ് ചെയ്യാം. ഇൻഫിനിറ്റി തന്നെ നമുക്ക് അവിടെ എടുക്കാം. ഇനി നമുക്ക് നോക്കേണ്ടത് C to B ആണ്. ഇവിടെ നമ്മൾ B to C ആണ് കേട്ടോ എടുത്തേ. ഇവിടെ നമ്മൾ C to B ആണ് എടുക്കാൻ വേണ്ടി പോകുന്നത്. C to B നമുക്കറിയാം 7 ആണ് നമ്മളെ ഇനീഷ്യൽ മെട്രിക്സിനകത്തുള്ളത്. അപ്പം മിനിമം ഓഫ് 7. ഇനി എന്താ? ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇൻഫിനിറ്റി പ്ലസ് എന്താണ്? ഇൻഫിനിറ്റി. അവിടെ ഇൻഫിനിറ്റി തന്നെയാ. ഇതിൽ മിനിമം ആയിട്ടുള്ള വാല്യൂ ഏതാ? 7. ഓക്കെ. ഇപ്പൊ ഇവിടെ നമ്മൾ 7 റീപ്ലേസ് ചെയ്തു. ഇൻഫിനിറ്റി മാറിയിട്ട് അവിടെ ഓൾറെഡി 7 തന്നെയായിരുന്നു. ഇനീഷ്യൽ മെട്രിക്സിനകത്ത് ഓൾറെഡി 7 തന്നെയാണ്. ഒരു ചേഞ്ചും ഇല്ല. നമ്മൾ അവിടെ 7 തന്നെ വെച്ചു. ഇനി C to D ആണ് നമുക്ക് നോക്കേണ്ടത്. മിനിമം ഓഫ് C to D ഇനീഷ്യലി എത്രയാണെന്ന് നോക്കാം. C to D 1 ആണ്. 1,
ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എന്തെങ്കിലും ചേഞ്ച് വരുമോ നോക്കുകയാണ് നമ്മൾ. ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റി, അത് ഇൻഫിനിറ്റി തന്നെയാണ്. അപ്പൊ മിനിമം വാല്യൂ 1 തന്നെയാണ്, ചേഞ്ചസ് ഒന്നുമില്ല. ഈ റോക്കകത്ത് ചേഞ്ചസ് ഒന്നുമില്ല. ഇനി നമുക്ക് നോക്കേണ്ടത് ഡി ടു ബി. ഡി ടു ബി ആണ് നമുക്കിനി ചെക്ക് ചെയ്യേണ്ടത്, നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഈ ഡി ടു ബിന്റെ ഇനീഷ്യൽ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് ഇനീഷ്യൽ മെട്രിക്സിനകത്ത് നോക്കാം. ഡി ടു ബി എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണ്. അപ്പൊ നമുക്ക് ഇതിന്റെ മിനിമം വാല്യൂ കാണണം. മിനിമം ഓഫ് ഇൻഫിനിറ്റി പ്ലസ് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. 6 പ്ലസ് ഇൻഫിനിറ്റി. 6 പ്ലസ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫിനിറ്റി തന്നെയായിരിക്കും. ഡി ടു ബി ഇവിടെ ഇൻഫിനിറ്റി തന്നെയാണ്. ഓക്കെ, ഇനി നമ്മൾ എന്താ കാണണ്ടേ? ഡി ടു സി. ഡി ടു സി. ഡി ടു സി ഇനീഷ്യൽ മാട്രിക്സിനകത്ത് ഡി ടു സി എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണ്. നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. മിനിമം ഓഫ് ഇൻഫിനിറ്റി കോമ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇനീഷ്യലി ഇൻഫിനിറ്റി ആണ്, നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. 6 പ്ലസ് ഇവിടെ എന്താ 3. 6 പ്ലസ് 3 എന്താ 9. അപ്പൊ മിനിമം വാല്യൂ 9. 9നെ ഇൻഫിനിറ്റി ആയിരുന്ന ഒരു വാല്യൂനെ 9 വെച്ചിട്ട് നമ്മൾ റീപ്ലേസ് ചെയ്തു. ഇതാണ് ഫസ്റ്റ് ഡിസ്റ്റൻസ് മെട്രിക്സ് എന്ന് പറയുന്നത്. ഇത് ഇനീഷ്യൽ ഡിസ്റ്റൻസ് മെട്രിക്സ്, അത് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ട് ഫസ്റ്റ് ഡിസ്റ്റൻസ് മെട്രിക്സ് ക്രിയേറ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് നമ്മൾ സെക്കൻഡ് റോ ആൻഡ് സെക്കൻഡ് കോളം എടുക്കും. ഈ സെക്കൻഡ് റോയും സെക്കൻഡ് കോളവും അതുപോലെ തന്നെ വെച്ചിട്ട് ബാക്കിയുള്ള വാല്യൂസിനെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ നമുക്ക് എന്തൊക്കെയാ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്? D2 സെക്കൻഡ് ആണ്. സെക്കൻഡ് ഡിസ്റ്റൻസ് മെട്രിക്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാണ്. A, B, C, D 4 വെർട്ടീസസ് ഉണ്ട്. A, B, C, D. ഡയഗണൽ എലമെന്റ്സ് ഒക്കെ 0 തന്നെ ആയിട്ട് സെറ്റ് ചെയ്തു. ഇനി നമ്മൾ ഏതൊക്കെ കോളം എടുക്കുന്നേ? സെക്കൻഡ് റോ. സെക്കൻഡ് റോ ഇവിടെ എന്താ? 2, 0, 5 ഇൻഫിനിറ്റി. 2, 0, 5 ഇൻഫിനിറ്റി. ഈ സെക്കൻഡ് കോളം ഇൻഫിനിറ്റി, 0, 7 ഇൻഫിനിറ്റി. ഇനി ഏതൊക്കെ വാല്യൂസ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളേ? A to C വേണം, A to D വേണം, C to A വേണം, C to D, D to A, D to C. ഇത്രയും വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഇപ്പൊ ഓൾറെഡി കുറച്ച് വാല്യൂ നമ്മൾ ഇതിന്റെ മുന്നത്തെ പ്രീവിയസ് സ്റ്റേറ്റിൽ കുറച്ച് വാല്യൂസ് ഉണ്ട്. അതിനേക്കാളും മിനിമം വാല്യൂ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യണം ഈ മെട്രിക്സിനെ. ഓക്കെ, ഇനി നമ്മൾ നോക്കുകയാണ്. ഫസ്റ്റ് നമ്മൾ A to C ആണ് കാണാൻ വേണ്ടി പോകുന്നത്. A to C. A to C. A to C എത്രയാണ്? ഇനീഷ്യലി 3 ആണ് അല്ലേ? അപ്പൊ മിനിമം ഓഫ് 3 കോമ ഇനി കറസ്പോണ്ടിങ് വാല്യൂസ് ആഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇതാണ്. അപ്പൊ കറസ്പോണ്ടിങ് വാല്യൂസ് ആഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മുടെ സെക്കൻഡ് റോയും സെക്കൻഡ് കോളം ആണ്. അപ്പം കറസ്പോണ്ടിങ് വാല്യൂ നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. 7, 5ഉം 5 പ്ലസ് ഇൻഫിനിറ്റി. കറസ്പോണ്ടിങ് വാല്യൂ നമുക്ക് കണ്ടോ? കറസ്പോണ്ടിങ് വാല്യൂ നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. 5 പ്ലസ് ഇൻഫിനിറ്റി.
എന്ത് കിട്ടും? 3 തന്നെ ആയിരിക്കും നമ്മളെ വാല്യൂ. ചേഞ്ചസ് ഒന്നുമില്ല. നമ്മൾ 3 തന്നെ എഴുതി. ഓക്കെ. ഇനി A to D ആണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. മിനിമം ഓഫ് A to D. ഇനി ഇതിന്റെ പ്രീവിയസ് മെട്രിക്സിലെ A to D എത്രയാ? A to D ഇൻഫിനിറ്റി ആണ്. അപ്പൊ മിനിമം ഓഫ് A ഇൻഫിനിറ്റി പ്രീവിയസ് വാല്യൂ. ഇനി പുതിയ വാല്യൂ എന്തെങ്കിലും നമുക്ക് ചേഞ്ച് ചെയ്യാൻ അപ്ഡേറ്റ് ചെയ്യാൻ കഴിയുമെന്ന് നോക്കാം. ബിക്ക് കറസ്പോണ്ടിങ് എത്രയാ ഇവിടെ കിടക്കുന്നത്? ഇൻഫിനിറ്റി. ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റി എന്തായിരിക്കും? ഇൻഫിനിറ്റി തന്നെയായിരിക്കും. ഇനി നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് ഏതാ? സി ടു എ. സി ടു എ ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. മിനിമം ഓഫ് പ്രീവിയസ് മാട്രിക്സിനകത്ത് സി ടു എ എത്രയാണെന്ന് നോക്കാം. സി ടു എ എത്രയാ? ഇൻഫിനിറ്റി. അപ്പൊ മിനിമം ഓഫ് ഇൻഫിനിറ്റി കോമ ഈ സി ടു എക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂവിനെ നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. 2 plus 7. 2 plus 7 ആണ്. എത്രയാവും? 9. അപ്പൊ മിനിമം വാല്യൂ 9. ഓക്കെ. 9 നമ്മൾ റീപ്ലേസ് ചെയ്തു. പ്രീവിയസില് ഇൻഫിനിറ്റി ആയിരുന്നു, അതിനെ 9 വെച്ചിട്ട് റീപ്ലേസ് ചെയ്തു. ഇനി സി ടു ഡി ആണ് നോക്കേണ്ടത്. സി ടു ഡി. സി ടു ഡിയില് മിനിമം ഓഫ് പ്രീവിയസ് മാട്രിക്സിൽ എത്രയാണ് വാല്യൂ എന്ന് നമുക്ക് നോക്കണം. സി ടു ഡി. സി ടു ഡി 1 ആണ്. മിനിമം ഓഫ് 1 കോമ നമ്മൾ വാല്യൂവിനെ ആഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റി. ഇൻഫിനിറ്റി തന്നെ ആയിരിക്കും. ഇപ്പൊ 1 തന്നെ. ചേഞ്ചസ് ഒന്നുമില്ല. 1. ഇനി നമ്മൾ ഡി ടു എ ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. മിനിമം ഓഫ് പ്രീവിയസ് മെട്രിക്സ് എടുക്കുക. മിനിമം ഇനീഷ്യലി പ്രീവിയസ് മെട്രിക്സിനകത്ത് എത്രയായിരുന്നു വാല്യൂ നോക്കുക. ഡി ടു എ 6 ആണ്. മിനിമം ഓഫ് 6 കോമ കറസ്പോണ്ടിങ് വാല്യൂ നമ്മൾ ആഡ് ചെയ്ത് നോക്കാം. ഇവിടെ സെക്കൻഡ് റോയും സെക്കൻഡ് കോളാണ്. ഇൻഫിനിറ്റി പ്ലസ് 2. ഇൻഫിനിറ്റി പ്ലസ് 2. 2 ആണ്. അപ്പൊ എന്ത് കിട്ടും? 6 തന്നെ മിനിമം വാല്യൂ കിട്ടും. അപ്പൊ 6 തന്നെ ഇവിടെ എഴുതും. ഇനി നമുക്ക് കാണേണ്ടത് ഡി ടു സി ആണ്. ഡി ടു സി. മിനിമം ഓഫ് പ്രീവിയസ് വാല്യൂ നോക്കണം. സി ഡി ടു സിയുടെ. ഡി ടു സി എത്രയാ കിട്ടിയേ? 9 ആണ് പ്രീവിയസ് മാട്രിക്സിനകത്തുള്ള 9. അപ്പം 9 കോമ പുതിയ വാല്യൂ നമുക്ക് കിട്ടുന്നുണ്ടോ നോക്കാം. ഇതിനേക്കാളും മിനിമം ആയിട്ടുള്ള ഒരു വാല്യൂ നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടിട്ട് നോക്കാം. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ സെക്കൻഡ് റോയിലെ 5 പ്ലസ് ഇൻഫിനിറ്റി എന്ത് കിട്ടും? 9 തന്നെയാ. ചേഞ്ചസ് ഒന്നുമില്ല. ഇവിടെ 9നെ റീപ്ലേസ് ചെയ്തു. ഇതാണ് നമ്മുടെ D2 എന്ന് പറഞ്ഞിട്ടുള്ള മെട്രിക്സ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? തേർഡ് റോയും തേർഡ് കോളയും കൺസിഡർ ചെയ്തിട്ട് ബാക്കിയുള്ള വാല്യൂസിനെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം. നമുക്ക് ഇതെടുക്കാം. തേർഡ് റോ ആൻഡ് തേർഡ് കോളം. പുതിയ ഡിസ്റ്റൻസ് വെക്ടർ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. D3. A, B, C, D,
A, B, C, D. നമ്മള് സെക്കൻഡ് റോനെയും സെക്കൻഡ് കോളത്തിനെയും അതുപോലെ തന്നെ നമ്മൾ ഇവിടേക്ക് എടുത്തെഴുതാൻ വേണ്ടി പോവാണ്. 9, 7, 0, 1 and 3, 5, 9. ഡയഗണൽ എലമെന്റ്സിനെ നമുക്ക് അതേപടി എഴുതാണ്. 0, 0 and 0. ഇനി ബാക്കിയുള്ള വാല്യൂസിനെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. A to B, A to D, B to A, B to D, D to A, D to B. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? പ്രീവിയസ് മെട്രിക്സിന്റെ വാല്യൂ എടുക്കണം അല്ലേ? ഫസ്റ്റ് A to B ആണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. A to B ക്ക് പ്രീവിയസ് മെട്രിക്സിന് എത്രയാ വാല്യൂ വരുന്നത്? A to B ഇൻഫിനിറ്റി ആണ്. Minimum of A to B initial previous matrixനകത്ത് ഇൻഫിനിറ്റി ആണ്. ഇൻഫിനിറ്റി കോമ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. 7 പ്ലസ് ഈ റോല് 3. 7 പ്ലസ് 3 എത്ര കിട്ടും? 10. അപ്പൊ മിനിമം ഏതാണ്? ഇൻഫിനിറ്റിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് 10 ആണ് മിനിമം. ഇപ്പൊ 10നെ റീപ്ലേസ് ചെയ്യും. ഇൻഫിനിറ്റിനെ റീപ്ലേസ് ചെയ്തിട്ട് 10 ആക്കി മാറ്റും നമ്മൾ. ഇനി നമുക്ക് കാണേണ്ടത് A to D ആണ്. A to D കാണുന്ന സമയത്ത് മിനിമം ഓഫ് A to D ന്റെ പ്രീവിയസ് മെട്രിക്സിലുള്ള വാല്യൂ എത്രയാ? A to D യും ഇൻഫിനിറ്റി ആണ്. ഇൻഫിനിറ്റി കൊമ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഈ റോ പ്ലസ് ഈ കോളം ഇതെവിടെയാ കിടക്കുന്നത്? ഇവിടെയാണ്. 1 പ്ലസ് 3 എത്ര കിട്ടും? 1 പ്ലസ് 3 4 കിട്ടും അല്ലേ? ഈ 4നെ ഇവിടെയുള്ള ഇൻഫിനിറ്റിനെ റീപ്ലേസ് ചെയ്ത് നമ്മൾ 4 ആക്കാൻ വേണ്ടി പോവാണ്. 4. നെക്സ്റ്റ് നമ്മൾ B to A ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. B to A മിനിമം ഓഫ് B to Aക്ക് പ്രീവിയസ് മാട്രിക്സിൽ കിട്ടിയ വാല്യൂ B to A 2 ആണ്. 2 കോമ നമ്മൾ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി പോവാണ്. തേർഡ് റോ 9 പ്ലസ് 5 ഇത് 14 ആണ്. അപ്പൊ മിനിമം വാല്യൂ എത്രയാ? 2 തന്നെയാണ്. ചേഞ്ചസ് ഒന്നുമില്ല. മിനിമം 2 തന്നെയാണ്. നെക്സ്റ്റ് B to D ആണ് നമുക്ക് നോക്കേണ്ടത്. മിനിമം ഓഫ് B to D നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. B to D ന്റെ ഇനീഷ്യൽ വാല്യൂ അല്ല, പ്രീവിയസ് മാട്രിക്സിലുള്ള വാല്യൂ ഇൻഫിനിറ്റി ആണ്. കോമ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഈ റോയിലുള്ള വാല്യൂ എന്താ? 1 പ്ലസ് 5 6 കിട്ടും. ഇവിടെ ഇൻഫിനിറ്റി ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിനെ 6 വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാൻ വേണ്ടി പോവാണ്. 6. ഓക്കെ. ഇനി D to A യും D to B യും ഫൈൻഡ് ഔട്ട് ചെയ്യണം. D to A എന്താ? മിനിമം ഓഫ് D to A ന്റെ പ്രീവിയസ് സെക്ഷനിൽ നമുക്ക് 6ന് നമ്മൾ റീപ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ 6ന് എടുക്കാം. 6 റീപ്ലേസ് ചെയ്തല്ല, ഇനീഷ്യലി 6 തന്നെയായിരുന്നു. ജസ്റ്റ് 6 കോമ നമുക്ക് വാല്യൂനെ ചേഞ്ച് ചെയ്യാന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. 9 പ്ലസ് 3 9 പ്ലസ് 0 സോറി
9 പ്ലസ് കറസ്പോണ്ടിങ് വാല്യൂ 9 പ്ലസ് 9 18 ആണ് വരിക. അപ്പം ഇവിടെ മിനിമം 6 തന്നെയാണ്. ഓക്കെ, 6 തന്നെയാണ്. ഇനി D to B ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. മിനിമം ഓഫ് D to B, പ്രീവിയസ് മാട്രിക്സിനകത്ത് D to B നോക്കാം. D to B ഇൻഫിനിറ്റി ആണ്. ഇൻഫിനിറ്റി കോമ പുതിയ വാല്യൂ നമുക്ക് നോക്കാം. 7 പ്ലസ് 9. 7 പ്ലസ് 9 16 ആണ് കിട്ടുക. അപ്പൊ നമുക്ക് ഇൻഫിനിറ്റിനെ 16 റീപ്ലേസ് ചെയ്യാൻ വേണ്ടി പോവാണ്. 16 വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാൻ പോണ്ട്. 16. അപ്പം ഈ ഒരു ഫേസും കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യുന്നത് 4th റോ ആൻഡ് 4th കോളത്തിന് കൺസിഡർ ചെയ്തിട്ട് ഇവിടെ എന്തെങ്കിലും അപ്ഡേഷൻസ് ഉണ്ടോ എന്ന് നോക്കാണ്. അപ്പൊ നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത് 4th റോ ആൻഡ് 4th കോളം. നെക്സ്റ്റ് ഡിസ്റ്റൻസ് മെട്രിക്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. A B C and D. ഡയഗണൽ മെട്രിക്സ് ഒക്കെ അതുപോലെ തന്നെ എഴുതുക. ആൻഡ് 4th റോയും 4th കോളവും അതുപോലെ തന്നെ എഴുതാം. 6, 16, 9 and 4, 6, 1 and 0. ഇനി നമുക്ക് കാണേണ്ടത് A to B യും A to C യും B to A യും B to C യും C to A യും C to B യും. ഇത്രയും വാല്യൂസ് നമുക്ക് ഈ 4th റോന്റെയും കോളത്തിന്റെയും ബേസിൽ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം വാല്യൂസ്. ഫസ്റ്റ് നമ്മൾ A to B ആണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. മിനിമം ഓഫ് A to B ന്റെ പ്രീവിയസ് മെട്രിക്സിലുള്ള വാല്യൂ നമുക്ക് നോക്കാം. A to B ന്റെ വാല്യൂ 10 ആണ്. മിനിമം ഓഫ് 10 കോമ നമുക്ക് പുതിയ വാല്യൂ കിട്ടുന്നുണ്ടോ നോക്കാം. 4th റോ 6, അതിന് കറസ്പോണ്ടിങ് 4. 6 പ്ലസ് 4 10 ആണ് കിട്ടുന്നത്. അതുകൊണ്ട് ചേഞ്ചസ് ഒന്നുമില്ല. 10. ഇനി A to C, മിനിമം ഓഫ് A to C എത്രയാ? പ്രീവിയസ് മാട്രിക്സിനകത്ത് A to C 3 ആണ്. 3 കോമ പുതിയ വാല്യൂസ് കിട്ടുന്നുണ്ടോ നോക്കാം. 16 പ്ലസ് 4. 16 പ്ലസ് 4 20 കിട്ടും. ഇപ്പൊ മിനിമം വാല്യൂ 3 തന്നെയാണ് എടുക്കുന്നത്. ഇനി B to A ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. മിനിമം ഓഫ് B to A എത്രയാണ്? പ്രീവിയസ് മാട്രിക്സിനകത്ത് B to A 2 ആണ്. 2 കോമ ഇവിടെ നിന്ന് കിട്ടുന്ന വാല്യൂ എന്താണെന്ന് നമുക്ക് നോക്കാം. 6 പ്ലസ് 6 12. മിനിമം വാല്യൂ എന്താ? 2 തന്നെയാണ്. അതിനവിടെ എടുത്തെഴുതാൻ 2. ഇനി B to C കിട്ടണം. B to C മിനിമം ഓഫ് B to C പ്രീവിയസ് മെട്രിക്സിനകത്ത് B to C എന്ന് പറയുന്നത് 5 ആണ്. 5 കോമ പുതിയ വാല്യൂ നമുക്കൊന്ന് നോക്കാം. 16 പ്ലസ് 6. 16 പ്ലസ് 6 എന്ന് പറയുന്ന സമയത്ത് 22 കിട്ടും. ഇപ്പൊ മിനിമം വാല്യൂ 5 തന്നെയാണ്.
നെക്സ്റ്റ് C to A ആണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. മിനിമം ഓഫ് നമ്മളെ പ്രീവിയസ് മെട്രിക്സിനകത്ത് C to A 9 ആണ്. 9, പുതിയ വാല്യൂ എത്രയാണെന്ന് നമുക്ക് നോക്കാം. 6 + 1 7 കിട്ടും. 6 + 1 ഇവിടെ മിനിമം വാല്യൂ 7 ആണ് കിട്ടുക. അപ്പം 9നെ 7 വെച്ചിട്ട് അപ്ഡേറ്റ് ചെയ്തു. ഓക്കെ, ഇനി C to B ആണ് വേണ്ടത്. മിനിമം ഓഫ് C to B ന്റെ പ്രീവിയസ് മെട്രിക്സിലുള്ള വാല്യൂ ആണെന്ന് നമുക്ക് നോക്കുന്നത് 7 തന്നെയാണ്. 7, പുതിയ വാല്യൂ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കണം. 16 + 1 17 ആണ് കിട്ടുക. 16 + 1 17 ആണ് കിട്ടുക. അപ്പം ഇതിന്റെ മിനിമം വാല്യൂ 7 തന്നെയാണ്, ചേഞ്ചസ് ഒന്നുമില്ല. ഇനി നമുക്ക് കിട്ടാൻ ഇത്രയും ഓക്കെ ആണ്. നമുക്ക് വേറെ ഒന്നും ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഇതാണ്. എല്ലാ ലെവലും കൂടി എല്ലാ ലെവലിലും എല്ലാ നോഡ്സിലും എല്ലാ വേർട്ടീസസും കൺസിഡർ ചെയ്ത് കിട്ടുന്ന മിനിമം കോസ്റ്റ് എന്ന് പറയുന്നത്, മിനിമം ഷോർട്ടസ്റ്റ് പാത്ത് എന്ന് പറയുന്നത് ഇതാണ് കാണിക്കുന്നത്. A to A എന്ന് പറയുന്നത് 0 ആണ്. ആൻഡ് A to B നമുക്കൊന്ന് നോക്കാം. നമ്മളെ ഗ്രാഫ് ഇതാണ്. A to B എന്ന് പറയുന്നത് 10 കണ്ടോ. 3 + 7 10. വേറൊരു പാത്തും ഇല്ല. ഇത് കൂടെ പോവുകയാണെങ്കിൽ തന്നെ ഇവിടേക്ക് ഒരു എൻട്രി ഇല്ലാത്തതുകൊണ്ട് 10. ആൻഡ് A to C എത്രയാ? 3. ആൻഡ് A to D 4. ഇനി B to A 2, B to B 0, B to C ഇവിടെ പാത്ത് ഒന്നുമില്ല. പക്ഷെ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ 2 + 3 5 കിട്ടുന്നുണ്ട്. ആൻഡ് B + D പാത്ത് ഒന്നുമില്ല. പക്ഷെ 2 + 3 + 1 6 ഇവിടെ കിട്ടുന്നുണ്ട്. ആൻഡ് ഇതൊക്കെ അങ്ങനെ തന്നെ കിട്ടുന്നുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ഓൾ പെയർ ഷോർട്ടസ്റ്റ് പാത്ത്. ഇങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. എല്ലാ വേർട്ടക്സിനെയും കൺസിഡർ ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും നമുക്ക് മിനിമം പാത്ത് നമുക്ക് കിട്ടുന്നത്. ഇത് എല്ലായ്പ്പോഴും ഇതിന്റെ റിസൾട്ടന്റ് മാട്രിക്സ് എന്ന് പറയുന്നത് സ്ക്വയർ മാട്രിക്സ് ആയിരിക്കും നമുക്ക് കിട്ടുക. ആൻഡ് ഇതിന്റെ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ഓർഡർ ഓഫ് ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ഓർഡർ ഓഫ് V³ ആയിരിക്കും. V മീൻസ് നമ്മുടെ വേർട്ടീസസ്. ഓക്കെ, എല്ലാവരും നന്നായിട്ട് നോക്കുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.